പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഇന്ന് നാം വിചിന്തനം ചെയ്യുന്ന തിരുവചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 20-ാം തിരുവചനമാണ്. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. യേശു തൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുന്ന ഒരു വചനമാണിത്. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. യേശു ശിഷ്യന്മാരെ, അതായത് ഇപ്പോൾ നമ്മളെയും അനാഥരാക്കി മാറ്റുകയല്ല ചെയ്തത്. നിത്യസഹായകനായ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തുകൊണ്ട് ശിഷ്യന്മാർക്ക് ധൈര്യം പ്രദാനം ചെയ്തു. അതുപോലെ തന്നെയാണ് യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എന്നുള്ള ആ ഉറപ്പ് ശിഷ്യന്മാർക്ക് പ്രത്യാശയോടെ ജീവിക്കുവാനുള്ള ശക്തി നൽകി. ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം സത്യമായ യാഥാർത്ഥ്യമാണ്. യുഗാന്തം വരെ യേശു നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ളത്. നമ്മോടൊപ്പമായിരിക്കാൻ അപ്പമായി മാറിയ യേശു ഇന്നും തിരുവോസ്തിയിൽ സജീവനായി ജീവനോടെ വസിക്കുന്നുണ്ട്. യേശു പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും എന്ന്. നാം യോഗ്യതയോടെ യേശുവിൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കുമ്പോൾ യേശു നമ്മിൽ വസിക്കുകയാണ്, നാം യേശുവിലും വസിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ യേശുവിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ യേശുവിൻ്റെ സ്വഭാവത്തിന് അനുയോജ്യമായ വിധത്തിലുള്ള നമ്മുടെ പെരുമാറ്റവും സംസാരവും പ്രവർത്തന രീതികളും മാറേണ്ടിയിരിക്കുന്നു. അല്ലാതെ യേശു നമ്മിൽ വസിക്കുന്നു എന്ന് പറയുകയും തന്നിഷ്ടപ്രകാരം സ്വാർത്ഥതയും അഹങ്കാരവും വെച്ചുകൊണ്ട് നാം ജീവിക്കുകയാണെങ്കിൽ യേശു എങ്ങനെയാണ് നമ്മിൽ വസിക്കുന്നത്? അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത്, യോഗ്യതയോട് കൂടി വേണം യേശുവിനെ സ്വീകരിക്കുവാൻ എന്ന്. യേശുവിനെ യോഗ്യതയോടുകൂടെ നാം സ്വീകരിക്കുമ്പോൾ, നിർമ്മലമായ ഹൃദയത്തോടെ സ്വീകരിക്കുമ്പോൾ നാം ചലിക്കുന്ന സക്രാരിയായി മാറുകയാണ്. യേശുവിൻ്റെ ഇരിപ്പിടമാണ്, ദൈവത്തിൻ്റെ ഇരിപ്പിടമാണ് സക്രാരി. ആ സക്രാരിക്ക് തുല്യമായി നാം മാറുകയാണ്. വിശുദ്ധിയോടെ യോഗ്യതയോടെ യേശുവിൻ്റെ ശരീരവും രക്തവും നാം പാനം ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് അതാണ്. അപ്പോൾ അതനുസരിച്ചുള്ളൊരു ജീവിത രീതി ആയിരിക്കണം നമുക്കുണ്ടായിരിക്കേണ്ടത്. 1 കൊരിന്ത്യർ 11-ാം അധ്യായം 27-ഉം 28-ഉം തിരുവചനങ്ങളിലൂടെ വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട്, അയോഗ്യതയോടെയാണ് നാം വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതെങ്കിൽ അത് നമ്മുടെ ശിക്ഷയ്ക്ക് കാരണമാകും. അതിനാൽ ആത്മശോധന ചെയ്ത് കുമ്പസാരിച്ച് പാപമോചനം നേടി യോഗ്യതയോടെ വേണം യേശുവിൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കുവാൻ. നമ്മുടെ ഹൃദയത്തിൽ വെറുപ്പും വൈരാഗ്യവും വിദ്വേഷവും അതുപോലെ പ്രതികാര ചിന്തകളും ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയും ഒക്കെ നാം സൂക്ഷിച്ചുകൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നാം അയോഗ്യതയോടുകൂടെയാണ് യേശുവിൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കുന്നത് എന്നൊരു ബോധ്യം നമുക്ക് ഉണ്ടാകും. അത് ഉണ്ടാകണം. അത് നമ്മുടെ ശിക്ഷാവിധിക്ക് കാരണമാകുകയും ചെയ്യും. യേശു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുകയുമില്ല. കാപട്യവും വഞ്ചനയും ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് യേശുവിനെ ഒറ്റിക്കൊടുക്കുവാനായി തക്കം പാർത്തിരുന്ന യൂദാസിൽ അപ്പം സ്വീകരിച്ച ഉടനെ സാത്താൻ പ്രവേശിച്ചു എന്നാണ് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പോൾ അയോഗ്യതയോടെ ഹൃദയത്തിൽ കാപട്യം സൂക്ഷിച്ചുകൊണ്ട് വിശുദ്ധരാണ് അല്ലെങ്കിൽ നിർമ്മല ഹൃദയമാണ് എന്നുള്ളൊരു ഭാവത്തോടെ നാം വിശുദ്ധ കുർബാന സ്വീകരിക്കരുതെന്ന് നാം ഓർത്തിരിക്കണം. നാം നമ്മെ തന്നെ വഞ്ചിക്കുകയായിരിക്കും അപ്പോൾ ചെയ്യുന്നത്. ആത്മശോധന ചെയ്യണം. നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും ഏറ്റുപറയണം. പാപമോചനം നേടണം. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ എല്ലാ പാപങ്ങളും മോചിച്ച് തരണമേ എന്ന് പ്രാർത്ഥിക്കണം. അതും
വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് മുൻപായിട്ട് കുമ്പസാരം നടത്തി നമ്മുടെ പാപങ്ങൾക്ക് മോചനം നാം നേടിയതിന് ശേഷമായിരിക്കണം യോഗ്യതയോടെ യേശുവിൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കുവാനായിട്ട്. യേശു അപ്പോഴാണ് നമ്മിൽ വസിക്കുന്നത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.